2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി ആവേശത്തോടെ മുന്നേറാൻ CPM തീരുമാനിച്ചു. ഒറ്റക്കെട്ടായി മുന്നേറാൻ അവർ തീരുമാനിച്ചു. മറുഭാഗത്ത് കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ്. കോൺഗ്രസിന്റെ തമ്മിൽ തല്ല് CPMന് ഗുണകരമാകും എന്നതിൽ മറ്റൊരഭിപ്രായമില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം പോലും നടത്താനാവാത്ത ഗതികേടിലാണ്. പരസ്പരം കടിച്ചു കീറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. 2026 CPMനെ ആര് നയിക്കും? അതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. 2026 ആകുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് 81 വയസ്സാകും. 81 വയസ്സുള്ള പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു തലമുറ കൈമാറ്റം CPMൽ ഉണ്ടാകും. 2 ഓപ്ഷനാണ് CPMനെ പറ്റി ഇപ്പോൾ പറയുന്നത്. ഒന്ന്, പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടും എന്നതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മുഹമ്മദ് റിയാസിനെക്കാളും സീനിയറായിട്ടുള്ള നേതാക്കൾ ഉണ്ട് CPMൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കുറവാണ്. അത് സംഘപരിവാർ വൃത്തങ്ങളിലെ വെറുമൊരു അഭിപ്രായം മാത്രമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതിഷ്ഠിക്കുക A. വിജയരാഘവനെയും K. രാധാകൃഷ്ണനെയുമാണ്. രാധാകൃഷ്ണൻ MP ആണ്. A. വിജയരാഘവൻ ഇപ്പോൾ CPMന്റെ മുഖമാണ്. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയായി തന്നെ തുടരും. ഗോവിന്ദൻ മാസ്റ്ററെ മുഖ്യമന്ത്രി ആക്കിയാൽ സാമുദായിക സമവാക്യങ്ങൾ എല്ലാം തെറ്റും. അതുകൊണ്ട് A. വിജയരാഘവനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കാനാണ് CPMന്റെ ശ്രമം. വിഭാഗീയതകൾക്ക് അതീതമായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് വിജയരാഘവൻ്റെത്. അതുകൊണ്ട് വിജയരാഘവൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ CPMന് കെട്ടുറപ്പോടെ പ്രവർത്തിക്കാനാകും. പോളിറ്റ് ബ്യൂറോയാണ്, കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയുമാണ് ഇനി തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ഒഴിയുമ്പോൾ പിണറായിയെ പോലെ ജനപ്രിയനായ നേതാവ് തന്നെ വേണം CPM. പിണറായി ശക്തനായ നേതാവായിരുന്നു, ശക്തനായ മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ടാം തവണയും ഭരണം കിട്ടി. എന്നാൽ ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കില്ല എന്നത് ഉറപ്പാണ്. അദ്ദേഹം സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. 81 വയസ്സായി അദ്ദേഹത്തിന് 2026 ആകുമ്പോൾ പിന്നെ മുഖ്യമന്ത്രിയായി നിന്നിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ തലമുറ കൈമാറ്റത്തിന്റെ ഭാഗമായി A. വിജയരാഘവൻ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരും എന്ന സൂചനകൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നു. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് ഉറപ്പിച്ച ശേഷം മുന്നേറാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. വിജയരാഘവൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഗ്രൂപ്പിന് അതീതമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് CPM പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് CPMന്റെ തന്നെ ഉന്നത നേതാക്കൾ കരുതുന്നു.